മണിക്കൂറുകൾ കൊണ്ട് 5 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചുകൊന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ തരിപ്പ് വിടാതെ നിൽക്കുകയാണ് കേരളം. 2025 കാലെടുത്ത് വെച്ചത് കൊല്ലാക്കൊലയുടെ ശ്മശാനത്തിലേക്കാണ് എന്നത് നാം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. 11 മണിക്ക് ഉമ്മയുടെ കഴുത്ത് ഷാളുകൊണ്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ക്യാൻസർ രോഗിയായ ആ ഉമ്മ മരണത്തിന് കീഴടങ്ങിയില്ല. പക്ഷേ തീർന്നില്ല. ബാക്കി 5 പേരെയും 5 മണിക്ക് മുമ്പായി കൊലപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ഉമ്മയുടെ റൂം തുറന്നു മരിക്കാത്ത ഉമ്മയുടെ മരണത്തിനായി ചുറ്റിക കൊണ്ട് മുഖത്തും തലയിലും ആഞ്ഞടിച്ചു. എന്നിട്ടും ഒരിറ്റ് ജീവൻ ഈ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ആ ഉമ്മയുടെ ശരീരത്തിൽ ബാക്കിയായി. ICUവിൽ നിന്നും കണ്ണു തുറക്കുമ്പോഴും ആ ഉമ്മ പൊളയുന്ന വേദനയോടെ ചോദിച്ചത് ആ മകനെ തന്നെ. 3 പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രണയിച്ച പെണ്ണിന് കുഴിമന്തി വാങ്ങി അവളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ ചെന്നത് ലഹരിയുടെ ആമാന്തത്തിൽ തന്നെ. നിങ്ങൾ കാണുന്ന ഈ വീഡിയോ അഫ്വാന്റെ ക്രൂര കൊലപാതകത്തിന്റെ നേർക്കാഴ്ചയാണ്. അഫ്വാന്റെ സിനിമാ സ്റ്റൈൽ കൊലപാതകം തുടങ്ങുന്നത് അവന്റെ സ്വന്തം വീടായ പേരുമലയിൽ നിന്നാണ്. 10:30-നും 11 മണിക്കും ഇടയിലായി അഫ്വാൻ അവന്റെ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ ക്യാൻസർ രോഗിയായ അവന്റെ ഉമ്മ ഷെമിയും അനിയൻ അഫ്സാനും നരബുജി അഫ്വാനുമാണ് താമസിക്കുന്നത്. അവരുടെ ഉപ്പ റഹീം സൗദിയിൽ 5 വർഷത്തോളമായി വിസയുടെ കാലാവധി കഴിഞ്ഞതുമൂലം വരാൻ കഴിയാതെ നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല സമയങ്ങളിലും ആ വീട്ടിൽ ദരിദ്രാന്തരീക്ഷം നിലനിൽക്കാറുണ്ട്. എങ്കിലും ആ കുടുംബം വളരെ സന്തോഷത്തോടെ തന്നെ ജീവിച്ചുപോയി. ഇടയ്ക്കിടെ അവർ എല്ലാവരും തന്നെ ഉപ്പയെ കാണാനായി സൗദിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകാറുമുണ്ട്. പക്ഷേ സിനിമയെ വെല്ലുന്ന ഈ കൊലപാതകം ആ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അഫ്വാൻ അങ്ങനെ ഒരു ക്രൂര സ്വഭാവക്കാരനല്ല. എളിമയോടെയും കുടുംബത്തെ കൂട്ടുപിടിച്ചും ജീവിക്കുന്ന അഫ്വാൻ പെട്ടെന്നൊരു നിമിഷത്തിൽ എന്താണ് സംഭവിച്ചത്? അവൻ ലഹരിയുടെ അടിമയായിരുന്നോ? കേരളത്തെ കൊലപാതകത്തിന്റെ രക്തത്തിൽ ഒഴുക്കിയ ലഹരിയുടെ വേട്ടയിൽപ്പെട്ട ഒരു കണ്ണിയായിരുന്നു അഫ്വാനും. തിരുവനന്തപുരത്തിന്റെ വെഞ്ഞാറം മൂടിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഈ കൊടും ക്രൂരതയുടെ കാഴ്ചയുടെ തുടക്കം ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. പേരുമലയിലെ വീട്ടിൽ ഏറെ ശാന്തമായ ഒരു ദിവസം. ക്യാൻസർ രോഗിയായ ഉമ്മ എന്നത്തെയും പോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ പൊന്നുമോനെ അഫ്സാനെ സ്കൂളിലേക്ക് വിടാനായി ഒരുക്കങ്ങൾ തുടങ്ങുന്നു. എന്നത്തെയും പോലെ തന്നെ സന്തോഷത്തോടെ അഫ്സാൻ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നു. ജ്യേഷ്ഠനായ അഫ്വാൻ എന്നത്തെയും പോലെ അവന് പുഞ്ചിരിയൊന്നും സമ്മാനിച്ചില്ല. വീട് വിട്ടിറങ്ങുമ്പോൾ അഫ്സാന് അറിയുമായിരുന്നില്ല ഇന്നെന്റെ അവസാനത്തെ സ്കൂൾ യാത്രയാണെന്നത്. പൊന്നുമോന് യാത്ര അയക്കുമ്പോൾ ആ ഉമ്മയും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തന്റെ മോനെ ഇനി എനിക്ക് കാണാൻ കഴിയില്ല എന്നതും. അഫ്സാൻ വീട് വിട്ടിറങ്ങി. വീട്ടിൽ അഫ്വാനും ഉമ്മയും മാത്രം. അഫ്വാൻ അത്ര വലിയ ക്രൂരനൊന്നുമല്ലായിരുന്നു. എളിമയോടെയും സ്നേഹത്തോടെയും പെരുമാറിയിരുന്ന അഫ്വാന്റെ സ്വഭാവത്തിൽ കുറച്ചു നാളായി വൈരുദ്ധ്യം വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ഉമ്മ ഷമി അത് കാര്യമാക്കിയെടുത്തില്ല. സമയം 10:30. ഉമ്മയുമായി അഫ്വാൻ പതിവ് പോലെ പണത്തിന്റെ പേരിൽ വഴക്കുകൂടി. പക്ഷേ അത് എന്നത്തെയും പോലെ വഴക്കിൽ ഒതുങ്ങിയില്ല. വേദന കൊണ്ട് പൊളയുന്ന ഷെമിയുടെ കഴുത്തിലേക്ക് ഷാളുമായി അഫ്വാൻ ഓടിയെത്തി. വീട്ടിൽ മറ്റാരും സഹായത്തിനില്ലെങ്കിലും ഉറക്കെ സഹായത്തിനായി ആർത്തു കരഞ്ഞു. പക്ഷേ ആരും തന്നെ ഓടിയെത്തിയില്ല. തുടർന്ന് അഫ്വാൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ ഷാള് വരിഞ്ഞു മുറുക്കി. അബോധാവസ്ഥയിലായ ഉമ്മ റൂമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 11 മണി ആയതോടെ ഷെമിയുടെ ബോധം പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. റൂമിൽ നിന്നും വാതിലടച്ച് പുറത്തേക്കിറങ്ങിയ അഫ്വാൻ 12:38 വാഹനമെടുത്ത് 15 കിലോമീറ്റർ അകലെയുള്ള ആങ്ങോട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയരികെ കണ്ട ഒരു ഹാർഡ്വെയർസിൽ നിന്നും ഒരു ചുറ്റികയും വാങ്ങി. ഷോള് കൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട ഉമ്മ വരുമ്പോഴേക്കും മരണപ്പെടുമെന്ന് അവൻ വിശ്വസിച്ചു. ചുറ്റികയുമായി അവൻ പോകുന്നത് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ അടുത്തേക്കായിരുന്നു. അതായത് അവന്റെ ഉമ്മമ്മ. വഴിയിലുള്ള യാത്രയിലെങ്ങും അവന്റെ മനസ്സിൽ കൊലയുടെ ആർത്തി മൂത്തുവന്നു. ഏകദേശം 1 മണി അടുത്തതോടെ പാങ്ങോട് ഉമ്മമ്മയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. പതിവ് പോലെ മകന്റെ വരവിൽ സന്തോഷിച്ച ആ ഉമ്മമ്മ അവനായി ചായ ഇടാനായി അടുക്കളയിലേക്ക് പോയി. പക്ഷേ ഉമ്മമ്മയുടെ മനസ്സിൽ അവന്റെ മുഖത്തിലെ വീര്യൻ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ കാത്തു നിൽക്കാൻ ഒഴിവില്ലാതെ അവൻ ഉമ്മമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഉമ്മമ്മ അവനത് നൽകാൻ കൂട്ടാക്കിയില്ല. ഒട്ടും കണ്ടുപരിചയമില്ലാത്ത അഫ്വാന്റെ ഒരു മുഖഛായമായിരുന്നു അത്. ക്രൂരതയിൽ അലിഞ്ഞു ചേർന്ന അഫ്വാന്റെ മുഖം
ദേഷ്യത്തിന്റെ പടുചങ്ങലകൾ പൊട്ടിച്ച് വിറക്കാൻ ആരംഭിച്ചു. ബാക്കിൽ ഒളിപ്പിച്ച ചുറ്റിക കൊണ്ട് ഉമ്മമ്മയുടെ തലക്കടിച്ച് വീഴ്ത്തി. കലിമാറാത്ത അവന്റെ കൈകൾ സ്നേഹത്തിന്റെ കരുതലിൽ അവനെ താലോലിച്ച ഉമ്മമ്മയുടെ തല തുടരെ തുടരെ അടിച്ചു പൊട്ടിച്ചു. 95 വയസ്സുള്ള വളരെ വൃദ്ധയായ ആ ഉമ്മമ്മക്ക് എണീറ്റ് ഓടാൻ പോലും കഴിയുമായിരുന്നില്ല. കണ്ണീരിനാൽ ആ ഉമ്മമ്മ എന്നേക്കുമായി ഈ ഭൂമി വിട്ടു. കലിയൊതുങ്ങാത്ത അവൻ വാതിലടച്ചുപൂട്ടി അവന്റെ ബൈക്കിലേക്ക് ഓടി. സമയം 1:30. അവന്റെ അടുത്ത ലക്ഷ്യം ചുള്ളാളത്തിലേക്ക്. വാഹനമെടുത്ത് അവൻ നേരെ പോകുന്നത് 14 കിലോമീറ്റർ അപ്പുറമുള്ള ചുള്ളാളം എന്ന പ്രദേശത്തിലേക്കാണ്. ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ കിലോമീറ്ററുകൾ താണ്ടി അവൻ ചുള്ളാളത്തിലെത്തി. അപ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. അഫ്ഫാന്റെ ഉപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയുമാണ് അവിടെയുള്ളത്. വീടിനകത്തേക്ക് മാന്യനായി കയറിയ അവനെ അവർ പൂർണ്ണ സന്തോഷത്തോടെ വരവേറ്റു. അവനായി ചായ ഇടാനായി പിതൃ സഹോദരന്റെ ഭാര്യ ഷാഹിദ കിച്ചണിലേക്ക് പോയി. ആ തക്കം നോക്കി ഭർത്താവ് ലത്തീഫിനെ സോഫയിൽ വെച്ച് തന്നെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. ശബ്ദം കേട്ട് ഓടിവന്ന ഷാഹിദയുടെ തലയുടെ സൈഡിൽ ആഞ്ഞടിച്ചു. ചീറ്റിത്തെറിക്കുന്ന രക്തത്തോടെ ആ 2 ജന്മങ്ങൾ കണ്ണോട് കണ്ണു നോക്കി ഭൂമിയിലേക്ക് പതിച്ചു. പൊന്നുമക്കൾക്ക് ഒരു നോക്ക് കാണാനാവാതെ ഒരു തെറ്റും ചെയ്യാത്ത അവർ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. അവരുടെ വാതിലുകൾ അടച്ചുപൂട്ടി അവൻ പുറപ്പെട്ടു. സമയം 3 മണി. ചുള്ളാളത്തിൽ നിന്നും അവൻ നേരെ പുറപ്പെടുന്നത് അവന്റെ സ്വന്തം വീടായ പേരുമലയിലേക്കാണ്. അവന്റെ കണക്കുകൂട്ടലിൽ 4 കൊലപാതകങ്ങൾ ഇതിനിടെ കഴിഞ്ഞു. അടുത്തതാരി. ഇനി ബാക്കിയുള്ളത് അവൻ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവന്റെ സഹോദരനും അവന്റെ കാമുകിയുമാണ്. അവൻ നേരെ ബാറിലേക്ക് വിട്ടു. ലഹരിയുടെ താളത്തിലോടിയ അവന്റെ ശരീരത്തിന്റെ വിറയിലൊതുക്കാൻ അവന് വീണ്ടും മദ്യം കഴിക്കാൻ ആരംഭിച്ചു. ബാക്കിയുള്ള അവന്റെ കാമുകിക്കും അനിയനുമായി അവിടെയുള്ള ഒരു കടയിൽ നിന്നും അവൻ കുഴിമന്തി വാങ്ങി. നീ എന്റെ വീട്ടിലേക്ക് വരൂ, അവിടെ ആരുമില്ല എന്ന വ്യാജനെ അവന്റെ കാമുകി ഫർസാനയ്ക്ക് അവൻ കോള് ചെയ്തു. ട്യൂഷനാണെന്ന പേരും പറഞ്ഞ് ഫർസാന പേരുമലയിലെ അവന്റെ വീട്ടിലേക്ക് പോയി. പൊന്നുമോളെ സ്നേഹിക്കുന്ന ഫർസാനയുടെ മാതാപിതാക്കൾക്ക് ആ യാത്ര അവളുടെ മരണത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഇക്ക വിളിച്ചതല്ലേ, ഇക്കയെ കാണണമെന്ന മോഹത്തോടെ പടിയിറങ്ങിയ ഫർസാനയും കണ്ടിട്ടില്ലായിരുന്നു അഫ്ഫാന്റെ ഈ മറ്റൊരു മുഖം. മുകൾ നിലയിലായിരുന്ന അവളുടെ അടുത്തേക്കാണ് അവൻ നേരെ ഓടിയെത്തിയത്. ഉമ്മയുടെ കഴുത്ത് നെരിച്ചു കെട്ടിയിട്ടത് മൂലം അതിനകത്ത് ഉമ്മയുള്ളത് അവൾക്കറിയുമായിരുന്നില്ല. അവളുടെ അടുത്തെത്തിയ അവൻ മദ്യത്തിന്റെ മയക്കത്തിൽ ആടുന്നുണ്ടായിരുന്നു. അതു കാരണമാവാം അവർ തമ്മിലും ചെറിയ വാക്ക് തർക്കങ്ങൾ ഉടലെടുത്തത്. ഉടനെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക അവളുടെ നെറ്റിയിൽ അടിച്ചു താഴ്ത്തി. സ്നേഹത്തലോടൽ മാത്രം ഏറ്റുവാങ്ങിയ ഫർസാനയ്ക്ക് അഫ്ഫാന്റെ കൈകളിൽ നിന്നും ലഭിച്ചത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. രക്തം വാർന്ന് അവൾ ഭൂമിയിലേക്ക് പതിച്ചു. നെറ്റിയിൽ ആഞ്ഞടിച്ച ചുറ്റികയുടെ പാട് അവളുടെ മുഖത്തിന്റെ മുഖഛായത്തെ തന്നെ മാറ്റിക്കളഞ്ഞിരുന്നു. അവളുടെ കൊലപാതകത്തിനു ശേഷം നേരെ അവൻ അവന്റെ ഉമ്മയുടെ റൂമിലേക്കാണ് പോയത്. പക്ഷേ മരിക്കാത്ത ഉമ്മയുടെ മരണത്തിനായി ചുറ്റിക കൊണ്ട് മുഖത്തും തലയിലും ആഞ്ഞടിച്ചു. എന്നിട്ടും ഒരുറ്റു ജീവൻ ഈ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളയിക്കാൻ ആ ഉമ്മയുടെ ശരീരത്തിൽ ബാക്കിയായി. പക്ഷേ ബോധം പോയത് കാരണം അവന്റെ ഉമ്മ മരിച്ചെന്ന് അവൻ സ്ഥിരീകരിച്ചു. ഉമ്മ കിടക്കുന്ന റൂമിന്റെ വാതിലടച്ച് അവൻ രക്തം രുചിക്കുന്ന നരപ്പോച്ചിയെ പോലെ അവന്റെ അനിയനായി ഡൈനിങ് ഹാളിൽ കാത്തിരുന്നു. സമയം 4 മണിയോടടുക്കുന്നു. അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അനിയൻ അഫ്സാൻ തിരിച്ചു വരാനുള്ള സമയമായി തുടങ്ങി. അവൻ ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നോക്കി. അനിയന്റെ ശബ്ദം വീടിന്റെ പുറത്തു നിന്നും അവന്റെ ചെവികൾ കാതോർത്തു. അനിയൻ എത്തിയതും വീട്ടിലെ അന്തരീക്ഷൻ അവൻ മനസ്സിലാക്കി. ഓടാൻ പോലും കഴിയാത്ത അവനെ പിടിച്ചു നിർത്തി സ്നേഹിക്കുന്ന ആ അനിയനെ ചുറ്റിക കൊണ്ട് മുറുക്കി പിടിച്ച് തലക്ക് ചുറ്റും അടിച്ചു താഴ്ത്തി. വേദന കൊണ്ട് കരഞ്ഞ അനിയന്റെ കണ്ണിലേക്ക് ഇഷ്ടിക കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. ചീറ്റിത്തെറിക്കുന്ന രക്തത്തിൽ അവൻ അവന്റെ ലഹരിയുടെ ആസ്വാദനം കണ്ടെത്തി വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അങ്ങനെ തലക്കു ചുറ്റും നിറയെ ധോരങ്ങളും കണ്ണിനടിയിൽ ഇഷ്ടികയുടെ പാട്ടുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നു. 6 പേരെയും അതിക്രൂരമായി ഉപദ്രവിച്ചു. അവന്റെ പെറ്റമ്മയുടെ ജീവനൊഴികെ ബാക്കി 5 പേരുടെയും ജീവൻ അവൻ അറുത്തു കളഞ്ഞു. മുകളിലെ നിലയിൽ
രക്തം വാർന്നു കിടക്കുന്ന അവന്റെ പെണ്ണും, ഹാളിൽ തല പൊളിഞ്ഞ് ജീവനറ്റ് കമയ്ന്ന് കിടക്കുന്ന അവന്റെ അനിയനും, ഷാളുകൊണ്ട് കെട്ടിമുറുക്കിയും തലക്കടിച്ചും രക്തം വാർന്നു കിടക്കുന്ന അവന്റെ ഉമ്മയും, പാങ്ങോട്ടിലെ വീട്ടിൽ രക്തത്തിൽ മുങ്ങി ജീവനറ്റ് കിടക്കുന്ന അവന്റെ ഉമ്മമ്മയും, ചുള്ളാളത്തിലെ വീട്ടിൽ മുഖത്തോട് മുഖം നോക്കി രക്തത്തിൽ മുങ്ങി ജീവനറ്റ് കിടക്കുന്ന ലത്തീഫും ഷാഹിദയുമെല്ലാം മണിക്കൂറുകൾ കൊണ്ട് ആ നിരപ്പോച്ചിയുടെ ഇരകളായി മാറിയിരുന്നു. എല്ലാത്തിനുമൊടുവിൽ രക്തത്തിൽ കുതിർന്ന അവൻ കുളിച്ച് പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് 3 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ചാവിയും കറക്കി ഞാൻ 6 പേരെ കൊലപ്പെടുത്തി വരികയാണെന്ന് പറഞ്ഞ് അവൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വിവരമറിഞ്ഞതും പോലീസുകാർ 4 ഭാഗത്തിലേക്കും ഞെട്ടോട്ടമോടി. ഒടുവിൽ പൊളിഞ്ഞ തലയുമായി അവന്റെ ഉമ്മയുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടി. 13 സ്റ്റിച്ചുകളോടെ ആ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേദനകൾ ഏറ്റുവാങ്ങിയ ആ ഉമ്മ ചെറിയ ബോധത്തിലും തന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോനെ കാണാനായി ചോദിക്കുമ്പോൾ കൊടും ക്രൂരനായ അഫാൻ തലക്കടിച്ചു കൊന്നു എന്ന വാർത്ത ആ ഉമ്മാക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം. കാരണം അവർ അത്ര നല്ല സ്നേഹിതരായിരുന്നു. കാവൽക്കാരാവേണ്ട ഗവൺമെന്റ് ലഹരിയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ പുതിയ ബാറുകളും നിയമങ്ങളും കൊണ്ടുവരുന്നത് മുതൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമ്മെ അത്രമാത്രം ഭയം കുത്തി നിറക്കുന്നതാണ്. പക്ഷേ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന മട്ടിലാണ് ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ്. സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി മാറിയിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ശബ്ദമുയർത്താൻ നേരമായി എന്നർത്ഥം. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാൻ മറക്കാതിരിക്കുക. നല്ല നാളേക്കായി ഇതുപോലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെ ലഹരിയുടെ ചെങ്ങലകൾ പൊട്ടിക്കാൻ നമ്മൾ ഇനിയും ശബ്ദമുയർത്താം. താങ്ക് യു.